പ്രിയമുള്ളവരെ, ഇന്നലെ വന്ന ഒരു ചതിയുടെ വാർത്തയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇന്ന് അതിന്റെ തുടർ വാർത്തകളോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മറുപടിയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. കാര്യം ഇതാണ്: ന്യൂനപക്ഷ സമുദായത്തിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ മാനേജ്മെന്റുകൾക്ക് സർക്കാർ അനുവദിച്ച് നൽകിയ ഒന്നാണ് ന്യൂനപക്ഷ പദവി. എന്നാൽ ഈ പദവിയുടെ പേരിൽ സ്ഥാപനങ്ങൾ അംഗീകാരം നേടിയ ശേഷം സ്വന്തം സമുദായത്തിലെ അർഹരായ കുട്ടികളുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കുന്ന നെറികേടാണ് ചില മുസ്ലിം സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമപ്രകാരം 50% സീറ്റുകൾ വരെ സമുദായത്തിലെ കുട്ടികൾക്ക് നീക്കിവെക്കണമെന്നാണ് വ്യവസ്ഥ. നമ്മുടെ MES, അതുപോലെ അസീസിയ, ട്രാവൻകൂർ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇവയൊക്കെ കൃത്യമായിട്ട് ഇത് പാലിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില മാനേജ്മെന്റുകൾ, പലതും സമുദായ സ്നേഹികളുടെ മാനേജ്മെന്റുകളൊക്കെയാണ്, ഇവരൊക്കെ അനീതി കാട്ടുകയാണ്. നിങ്ങൾ ഈ കണക്കുകളൊന്നും നോക്കൂ. KMCT കോഴിക്കോട് 250 സീറ്റുകളിൽ കൊടുക്കേണ്ടത് 125 സീറ്റാണ്. എന്നാൽ കൊടുത്തതോ വെറും 85. അൽ ഹസർ തൊടുപുഴ 150 സീറ്റുകളിൽ കൊടുത്തത് 45 സീറ്റ് മാത്രമാണ്. പാലക്കാട്ടെ കരുണ കോളേജ് 100 സീറ്റുകൾ നൽകേണ്ടിടത്ത് മുസ്ലിം സമുദായത്തിന് നൽകിയത് 45 സീറ്റ് മാത്രമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, മറുവശത്ത് കാത്തലിക് മാനേജ്മെന്റുകൾ തങ്ങളുടെ 50% സീറ്റുകളും കൃത്യമായിട്ട് ആ ക്രിസ്ത്യൻ സമുദായത്തിലെ കുട്ടികളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ നൽകിയിട്ട് മാതൃകയാകുന്നുണ്ട് എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ പറ്റി വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയല്ലേ? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നടപ്പാക്കണമെന്നും പറഞ്ഞ് തെരുവിൽ വാദിക്കുന്നവരാണ് ഈ ആളുകൾ. തങ്ങളുടെ സ്വന്തം സ്ഥാപനങ്ങളിൽ അർഹമായ സീറ്റ് നൽകാതെ കബളിപ്പിക്കുന്ന ഈ കൂട്ടർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശബ്ദമുയർത്താൻ എന്ത് യോഗ്യതയാണുള്ളത്? അവരൊക്കെ അത് സ്വയം ആലോചിക്കണം. സ്വന്തം സമുദായത്തോടും വിദ്യാർത്ഥികളോടും നീതി പുലർത്താത്ത, പ്രവേശനത്തിൽ കൃത്രിമം കാണിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവി റദ്ദാക്കുക തന്നെ ചെയ്യണ്ടേ? ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നമ്മൾ ആവശ്യപ്പെടണം. ഇത് മിടുക്കരായ കുട്ടികളുടെ ഭാവി വെച്ചുള്ള കളിയാണ്. ഈ അനീതിക്കെതിരെ മുസ്ലിം സംഘടനകൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം പറഞ്ഞേ തീരൂ.